കേരളം ഇപ്പോഴാണ് ശരിക്കും ഭ്രാന്താലയമായിരിക്കുന്നത്. എല്ലാവർക്കും ഭ്രാന്താണോ എന്ന് തോന്നിപ്പോകും. കള്ള്, ലഹരി, പെണ്ണ്, പൊന്ന് ഇതാണ് എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും കാരണം. കൊലപാതകം, ആത്മഹത്യ ഇതായി മാറി സ്ഥിരം വാർത്ത. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഞെട്ടലുമില്ല. ഇന്നലെ കൊല്ലത്താണ് അതിക്രൂരമായ കൊലപാതകവും പിന്നാലെ ആത്മഹത്യയും നടന്നത്. ഒരു 22 വയസ്സ് മാത്രം പ്രായമുള്ള ഫെബിൻ എന്ന യുവാവിനെ തേജസ് രാജ് കൊലപ്പെടുത്തി. ഫെബിൻ തന്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം തന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു വെള്ള കാറിൽ പർദ്ദയണിഞ്ഞെത്തിയ ഒരു യുവാവ്. അച്ഛൻ പേരയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, തന്റെ മകന് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കത്തി പിടിച്ചു വാങ്ങി കാറിലെത്തിയ ആ ചെറുപ്പക്കാരൻ ഈ ഫെബിനെ കുത്തി കൊലപ്പെടുത്തി. അതിന് പിന്നാലെ അച്ഛനെയും കുത്തി. അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. എല്ലാത്തിനും സാക്ഷിയായി അവിടെ ഫെബിന്റെ അമ്മയാണ് ഉണ്ടായിരുന്നത്. ആരാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്ന് ഇവർക്ക് മനസ്സിലായില്ല. കാരണം യാതൊരു പ്രകോപനവും കൂടാതെ ഒരു വെള്ള കാറിലെത്തിയ പർദ്ദയണിഞ്ഞ യുവാവ് ഈ ഫെബിനെ കുത്തുകയായിരുന്നു. ഫെബിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിലാണ് അദ്ദേഹം കുത്തേറ്റ് വീണത്. ഇതിന് CCTV ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുമുണ്ട്. ബൈക്കിലൂടെ പോയ ഒരു യുവാവ് നേരെ ഓട്ടോ സ്റ്റാൻഡിലെത്തി. അവിടെ ഉണ്ണി എന്ന യുവാവിനോട് പറയുകയാണ്, അവിടെ ഒരു ആശുപത്രി കേസാണ്, നിങ്ങൾ എത്രയും വേഗം അവിടെ എത്തി ആ ചെറുപ്പക്കാരനെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ഓട്ടോറിക്ഷക്കാരൻ, ആ ബൈക്ക് യാത്രക്കാരൻ പറഞ്ഞതനുസരിച്ച് സ്ഥലത്തെത്തി നോക്കുമ്പോൾ ഒരു യുവാവ് നിലത്ത് കിടക്കുകയാണ്, കുത്തേറ്റ് നിലത്ത് കിടക്കുകയാണ്. തൊട്ടടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അച്ഛനും അമ്മയും കാവലിരിക്കുന്നു. എത്രയും വേഗം ആ ഓട്ടോക്കാരൻ ആ അച്ഛനെയും ആ മകനെയും ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ ഈ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ്, അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആശുപത്രിയിൽ എത്തിച്ചാൽ മതി എന്ന് പറയുന്നു. ഇതനുസരിച്ച് ആ ഓട്ടോക്കാരൻ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ആ യുവാവിന്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അച്ഛന് അവിടെ എത്തുമ്പോഴേക്കും ഒരു കുത്തേറ്റു എന്നാണ് കരുതിയത്. ഗുരുതരാവസ്ഥയാണ് എന്ന് മനസ്സിലായില്ല. ആന്തരിക രക്തസ്രാവമുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. എത്രയും വേഗം ഒരു സർജറി നടത്തണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ അവിടെ അമ്മ കാവലിരിക്കുകയാണ്, മകൻ ജീവനറ്റ നിലയിൽ. അപ്പോഴേക്കും കടപ്പാക്കടയിൽ ട്രെയിൻ തട്ടി ഒരു യുവാവ് മരിച്ചു എന്ന വിവരം പോലീസിന് ലഭിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കാറുണ്ട്. ആ കാറിൽ രക്തക്കറയുണ്ടായിരുന്നു. അങ്ങനെ പ്രദേശത്തെ തിരച്ചിലിനൊടുവിൽ ഒരു യുവാവിന്റെ മൃതദേഹം ലഭിക്കുകയാണ്. തേജസ് രാജ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. തേജസ് ആണ് ഈ ഫെബിനെ കുത്തി കൊലപ്പെടുത്തിയത് എന്ന് പിന്നീട് വ്യക്തമായി. ഈ സംഭവത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഫെബിനും തേജസും പരിചയക്കാരാണ്. ഇവർ നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. കുടുംബങ്ങൾ തമ്മിൽ അറിയാം. പിന്നീട് തർക്കമായി. അതിന് കാരണം എന്താണ് എന്ന് തിരക്കിയപ്പോൾ ഫെബിന്റെ സഹോദരിയുമായി ഈ തേജസ് അടുപ്പത്തിലായിരുന്നു. തേജസും ഫെബിന്റെ സഹോദരി ഫ്ലോറിയും ഒരുമിച്ച് ഒരു ബാങ്ക് കോച്ചിങ് സെന്ററിൽ പഠിച്ചിരുന്നവരാണ്. അവർ ആ സമയത്ത് അടുപ്പത്തിലായി. പിന്നീട് ആ ബന്ധം വിവാഹാലോചനയിലെത്തി. വിവാഹം ഉറപ്പിച്ചു. പിന്നീട് ആ ബന്ധത്തിൽ നിന്ന് ഫ്ലോറി പിന്മാറി. അതിന് കാരണം എന്താണ് എന്ന് വ്യക്തമല്ല. തേജസിന് ഇത് വല്ലാത്ത ആഘാതമായി, ഡിപ്രഷനായി മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ് ഈ തേജസ് രാജൻ. ഫ്ലോറി കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ ജീവനക്കാരിയാണ്. എന്തായാലും ഈ ഒരു പ്രണയ പകയാണ് ഈ തേജസിനെ ഈ ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അതായത് ഫ്ലോറിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തേജസ് ആ വീട്ടിലേക്ക് എത്തിയത്. പക്ഷെ കയ്യിൽ കിട്ടിയത് ഫ്ലോറിയുടെ സഹോദരൻ ഫെബിനെയാണ്. എന്തായാലും ആക്രമണത്തിനിരയായ വ്യക്തിയും അക്രമിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ രണ്ടു തരത്തിൽ ഈ വാർത്ത വന്നപ്പോൾ കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ കണ്ടു. അതായത് ഒരു പെണ്ണ് തേച്ചു, അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഗതിയില്ലാതെ ആയപ്പോൾ അല്ലെങ്കിൽ മനസ്സിന് വിഷമം വന്നപ്പോൾ മറ്റൊരാളെ പോയി കുത്തിക്കൊന്നു. അതെങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? നടന്ന സംഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് തേജസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന്. ടോക്സിക് ആയിട്ട് ഒരു യുവാവ് ആയിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കണം ആ പെൺകുട്ടി തനിക്ക് ഈ ബന്ധം ചേർന്നതല്ല, അല്ലെങ്കിൽ തനിക്ക് ഒപ്പം ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലുള്ള വ്യക്തിയല്ല തേജസ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ബന്ധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോയത്. ആ പെൺകുട്ടി തന്റെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എന്നിട്ടും തേജസ് വിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ സാധാരണയായി പറയാറുണ്ട്, ആ ബന്ധം നല്ലതല്ലെങ്കിൽ പെൺകുട്ടി അകന്നു പോകണമായിരുന്നു, വിട്ടു നിൽക്കണമായിരുന്നു. വിട്ടു നിന്നാൽ ഇതാണ് അവസ്ഥ. സ്നേഹിക്കാനും പറ്റില്ല, സ്നേഹം വേണ്ട എന്ന് വെച്ച് പോകാനും പറ്റില്ല. എന്തായാലും എനിക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്?